കമ്പ്യൂട്ടർ സയൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Last class we have studied about various computing devices. Now we are going to study about the generations of computers. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ സിസ്റ്റവും കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യകതയും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അബാക്കസിൽ തുടങ്ങി അനലിറ്റിക്കൽ എഞ്ചിൻ, അതേപോലെയൊക്കെ മാർക്ക് 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസിൽ എത്തി നിന്ന, അങ്ങനെയാണ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഒരു ആവിർഭാഗം എന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ്, കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 5 തലമുറകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ 5 തലമുറകളിൽ നമ്മൾ 5 ജനറേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഓരോ ജനറേഷനെക്കുറിച്ചും ആ ജനറേഷനെ ഉപയോഗിച്ച മെത്തേഡുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. There are 5 generations of computer. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ 5 തലമുറകളായിട്ട് തരംതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് the technology used by them. We will discuss the generations of computer in terms of technology used by them. That means hardware and software, computing characteristics, speed, number of instructions per second. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻ്റ് ആണത്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, സൈസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ പല തലമുറകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ജനറേഷനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസസിനെ കുറിച്ചുമൊക്കെ നമുക്ക് ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ജനറേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അത് 1940 മുതൽ 56 വരെയാണ് ഈ ഫസ്റ്റ് ജനറേഷൻ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. അതിനെ പറയുന്ന പേര് വാക്വം ട്യൂബ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മളുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരുന്നു വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. The first generation computers used vacuum tubes. That means a sealed glass tube containing a near vacuum which allows the free passage of electric current. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ പാസിങ്, ശൂന്യതയിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തിരുന്നതായിരുന്നു വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് സർക്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ടിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ട്രാൻസ്ഫോർ മെമ്മറിക്ക് വേണ്ടിയിട്ടുമാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാക്വം ട്യൂബിൻ്റെ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറും വളരെ ലാർജർ സൈസായിരുന്നു. അതോടൊപ്പം തന്നെ ദാറ്റ് മീൻസ് ഒരു റൂം മൊത്തം വേണമായിരുന്നു ഇത് യൂസ് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള യൂസ് ചെയ്യുന്ന അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്നെ എന്ത് സൈസാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വാക്വം ട്യൂബ് എന്ന് പറയുന്നത് വളരെ ബൾക്കി ആയതുകൊണ്ട് 10,000 വാക്വം ട്യൂബ്സാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് റിലൈഡ് ഓൺ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ലാംഗ്വേജ്, സീറോസും വൺസും മാത്രം ഇൻസ്ട്രക്ഷൻ സെറ്റായിട്ടുള്ള ലാംഗ്വേജിനെ പറയുന്ന പേരാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം അന്നേരം എല്ലാ പ്രോഗ്രാമിങ്ങും ഇതിനകത്ത് നടന്നത് ബൈനറി ഇൻസ്ട്രക്ഷൻസ് പ്രകാരമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ്, 4 സ്ഥാനം അല്ലെങ്കിൽ ഒരു ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു ബൈനറി സംഖ്യയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 4 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് അടങ്ങുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരുന്നു അന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം ആ ഇൻസ്ട്രക്ഷൻസും ഡേറ്റായും അതോടൊപ്പം ഇതെല്ലാം തന്നെ ബൈനറി ലാംഗ്വേജിലായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്.
They were very expensive to operate, and in addition to using a great deal of electricity, generated a lot of heat. ഈ വാക്യൂം ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അന്നേരം വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് കമ്പ്യൂട്ടറാണ്, ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ പേരാണ് യൂണിവാക് ആൻഡ് ഏനിയാക് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ദ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, ഏനിയാക് എന്ന് പറയുന്നതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏനിയാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എഡ്വാക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തു, വിത്ത് എ മെമ്മറി ടു ഹോൾഡ് ബോത്ത് സ്റ്റോർഡ് പ്രോഗ്രാം ആസ് വെൽ ആസ് ഡേറ്റ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡേറ്റയ്ക്കും അതോടൊപ്പം തന്നെ പ്രോഗ്രാമിനും മെമ്മറി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ യൂണിവാക് എന്ന് പറയുന്നത് 1952 കൊമേഴ്ഷ്യലായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഉപയോഗിക്കാം, വേറൊരാൾക്ക് വിൽക്കുന്നതിനെയാണ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വിൽപ്പനയാക്കിയത് എന്ന് പറയുന്നത് യൂണിവാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. ദെൻ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്റ്റാണ്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ അതേ കമ്പോണൻസ് തന്നെയായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ദാറ്റ് മീൻസ് ദാറ്റ് ടേക്സ് ദ ഡേറ്റ, then output unit produces the output ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യും. ദെൻ ഇതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗമാണ് കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക്കൽ യൂണിറ്റും എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എൻ്റയർ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാനും, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡേറ്റയും അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസും എല്ലാം മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതോട് കൂടിയിട്ടാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയത്. നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിനും ഇതേ കമ്പോണൻസ് തന്നെയാണുള്ളത്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് ഓർത്തിരിക്കുക. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോ ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് സാധാരണ 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. ദെൻ അതിനുശേഷമാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് 1956 മുതൽ 1963 വരെ വന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ബൾക്കി ആയിരുന്നു. ദാറ്റ് മീൻസ് അത് ദിസ് ഓക്കുപൈ എ റൂം, ഒരു വലിയൊരു റൂം തന്നെ വേണമായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് ഹീറ്റ്, കൺസ്യൂംസ് മോർ പവർ, വളരെയധികം ഇലക്ട്രിസിറ്റി ആവശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അധികം ഇലക്ട്രിസിറ്റി അതിനാവശ്യമുള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 30 മിനിറ്റ് അതിൽ കൂടുതലൊന്നും അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മെഷീൻ ലാംഗ്വേജ് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി OS ഇല്ലായിരുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇന്ന് നമ്മൾ കാണുന്ന വിൻഡോസ് അല്ലെങ്കിൽ ഉബുണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്ക് മാത്രമേ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ രണ്ടാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്.
ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ്ഡ് വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബ്സിന് പകരം ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പകരം വന്നു. The use of transistors reduced the size of computers and become more powerful and faster. They become less expensive, required less electricity and emitted less heat. ഇത് വളരെ കുറച്ച് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് കുറച്ച് കറണ്ട് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് അല്ലായിരുന്നു. ദെൻ മോർ പവർഫുൾ ആയിരുന്നു. കുറച്ചുകൂടെ പവർഫുൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം ഇത് കാരണം അതിൻ്റെ സൈസും റെഡ്യൂസ് ചെയ്തു. അപ്പം അന്നേരം സൈസ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസ്, അതേസമയം അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ കുറച്ച് മതിയായിരുന്നു. സൈസ് കുറച്ച് മതി, അതോടൊപ്പം തന്നെ പൈസ ചിലവ് കുറച്ച് മതിയായിരുന്നു, അതോടൊപ്പം തന്നെ കുറച്ച് കറണ്ട് മതിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായിട്ടുള്ള കമ്പാരിസൺ. ഇപ്പോൾ ഇത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. കമ്പയർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സ്പീഡ് കൂടുതലായിരുന്നു, ബാക്കിയെല്ലാം കുറവായിരുന്നു. ഏതൊക്കെയാ? സൈസ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് ലെസ് ഹീറ്റ്. ഇനി ഇവിടെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സറിനനുസരിച്ച് മെഷീൻ ലാംഗ്വേജിനെ അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജിന് ചെറിയ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടങ്ങളിൽ. പിന്നീട് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെയർ ഡെവലപ്ഡ് അറ്റ് ദിസ് ടൈം. അപ്പം അത് കോബോൾ, ഫോർട്രാൻ എന്ന് പറയുന്ന ലാംഗ്വേജുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കോബോളും ഫോർട്രാനുമായിരുന്നു. അത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നേരം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കോബോൾ ആൻഡ് ഫോർട്രാൻ വെയർ യൂസ്ഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ. അതോടൊപ്പം തന്നെ ഇതിന് മെമ്മറിക്കകത്ത് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നു. ഇതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഇപ്പം നിങ്ങൾ പടത്തിൽ കാണുന്നത്. IBM 1401. നമ്മൾ നേരത്തെ പഠിച്ച ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മെഷീൻസ് എന്ന് പറയുന്ന IBM എന്ന് പറയുന്നതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത്. IBM പ്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടറാണുള്ളത്. അതിൻ്റെ കമ്പോണൻസ് ആണ് ഇതിൻ്റെ വല സൈഡിൽ കാണുന്നത്, ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അന്നേരം ഈ വാക്വം ട്യൂബ്സിനേക്കാൾ വളരെ സൈസ് കുറവും അതോടൊപ്പം തന്നെ കുറച്ച് കറണ്ടും മതി ഈ ട്രാൻസിസ്റ്ററിന്. ലോ വോൾട്ടേജിലായിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ പിന്നീട് വന്നതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ സൈസ് അതെന്ന് പറയുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് IC എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. അതോടൊപ്പം തന്നെ സ്പീഡ് വളരെ കൂടി, എഫിഷ്യൻസി വളരെ കൂടി. അതോടൊപ്പം തന്നെ മെമ്മറിക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മാഗ്നറ്റിക് കോർ മെമ്മറി വാസ് റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ സോളിഡ് സ്റ്റേറ്റ് മെമ്മറീസ് വിത്ത് ലാർജർ കപ്പാസിറ്റി. സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകളാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. This generation of computers had better processing speed, consumed less power and was less costly. Integrated circuits improved secondary storage devices and new input-output devices like keyboards and monitors were introduced. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓരോ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ എയർലൈൻസ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ ആയിരുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് 1964 മുതൽ 1971 വരെയാണ് ഈ തേർഡ് ജനറേഷൻ്റെ കാലഘട്ടമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഇതിൻ്റെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സൈസ് വളരെ കുറവായിരുന്നു. അതോടൊപ്പം തന്നെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ചുകൂടെ വിലക്കുറവും ആയിരുന്നു. IBM 360, IBM 370 എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അന്നേരം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് സ്പീഡ് കൂടുതലായിരുന്നു. അതോടൊപ്പം തന്നെ പവർ, എക്സ്പെൻസ് ഇത് കുറവായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കീബോർഡ്, മോണിറ്റർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ചു. ഇതിന് മുമ്പുള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ പഞ്ച്ഡ് കാർഡ്സ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, പഞ്ച്ഡ് കാർഡ്സ് ഈ നമ്മുടെ പേപ്പറിനകത്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോൾസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടായിരുന്നു ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്തെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മൈക്രോ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഈവൻ നാനോ സെക്കൻഡ്സ് വരെയായിരുന്നു ഇതിൻ്റെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ കാലഘട്ടമാണ്. അത് 1971 മുതൽ ഇങ്ങോട്ട് ഈ തലമുറ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ തലമുറ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു 60-70 ഇയേഴ്സാണ് ഒരു തലമുറ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുള്ളൂ. ഈവൻ ഒരു സെഞ്ചുറിയാണ് നമ്മൾ കൂടുതലായിട്ടും പറയാറുള്ളത്. കാലഘട്ടങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങൾ പറയുമ്പോൾ സെഞ്ചുറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേസമയം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഫോർത്ത് ജനറേഷൻ 1940s തുടങ്ങിയ കമ്പ്യൂട്ടർ വിപ്ലവം എന്ന് പറയുന്നത് ഏതാണ്ട് 1971 വരെയാണ് നിലനിന്നത്. ഇതിന് ശേഷമുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇനിയും വരാൻ പോകുന്ന ടെക്നോളജിയാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇനിയും വരാൻ പോകുന്ന ടെക്നോളജിയാണ്. അതോ ചെറുതായിട്ട് അതിനകത്ത് ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സായിട്ടാണ് കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. The computers that we used belongs to this generation. These computers use microprocessor and are called microcomputers. Microprocessor is a single chip which contains large scale of integration of electronic components like transistors, capacitors, resistors, etc. Due to the development of microprocessor, it is possible to place computer central processing unit on a single chip. Because of microprocessor, the fourth generation includes more data processing capacity than third generation computers. അന്നേരം ഈ IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ട് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിട്ടും പിന്നീട് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പോൾ അതിനനുസരിച്ച് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡും അതോടൊപ്പം തന്നെ കോസ്റ്റും ഒക്കെ വളരെ വ്യത്യാസമുണ്ടായി. സ്പീഡ് വളരെ കൂടി, അതോടൊപ്പം തന്നെ കോസ്റ്റ് വളരെ കുറഞ്ഞു. ഇപ്പം 1900 മുതൽ ഒക്കെയുള്ള കമ്പ്യൂട്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ഒരു കമ്പ്യൂട്ടറിനുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ പോലും കമ്പ്യൂട്ടിംഗ് പവറാണ് ഉള്ളത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ VLSI സർക്യൂട്ട്സുകളാണ്. അപ്പം അങ്ങനെ ഈ ജനറേഷനിലാണ് മൈക്രോ പ്രോസസ്സർ, നമ്മൾ ഇന്ന് ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിലെ പ്രോസസ്സർ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. കമ്പ്യൂട്ടറിനെ അതിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്: മെയിൻ ഫ്രെയിം, മിനി കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ചിപ്പിൽ
അതിൻ്റെ CPU എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഒറ്റ പ്രോസസ്സറേ ഉള്ളൂ. അപ്പം അത് തന്നെ നമ്മളുടെ ഏകദേശം കൈക്കുള്ളിൽ നിൽക്കുന്നതാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ചിത്രം നമുക്ക് കാണാം. ഇതാണ് AMD എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസ്സറാണ് ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ആണുള്ളത്. അപ്പോൾ ആ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം പിന്നുകൾ കാണും. ആ പിന്നുകൾ എന്ന് പറയുന്നത് ആ പിന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് AMD പ്രോസസ്സർ, അതോടൊപ്പം തന്നെ i7 പ്രോസസ്സർ, ഇങ്ങനെ 2 തരം പ്രോസസ്സറുകളാണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇതാണ് 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടറുകളെയാണ് 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, അതിനെ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോസസ്സിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിത ബുദ്ധി. നമുക്കറിയാം, കമ്പ്യൂട്ടറിന് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം, ഇല്ലേ? നമ്മളത് കർസർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മെനു ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാറാണ് പതിവ്. അപ്പം നമ്മളെന്ത് ഏതെങ്കിലും ഒരു ഇടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യപ്പെടും. ആ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കീബോർഡിൽ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കീ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ലിബ്രെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു A എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ A എന്ന് പറയുന്ന അക്ഷരം അവിടെ സ്ക്രീനിൽ കാണും. ദെൻ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം. അപ്പോൾ അന്നേരം അവിടെ എല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിങ് എല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ സൈസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസ് 18 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഏത് സമയത്തായാലും നമ്മൾ 18 സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സൈസേ കാണത്തുള്ളൂ. ആ സൈസ് എന്ന് പറയുന്ന ഒരേ അളവിൽ തന്നെ ആയിരിക്കും. അതേസമയം കമ്പ്യൂട്ടറിന് നിർമ്മിത ബുദ്ധി, നമ്മളുടെ മനുഷ്യൻ്റെ കൂട്ട് കമ്പ്യൂട്ടർ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ്, ദോ ദർ ആർ സം ആപ്ലിക്കേഷൻസ് സച്ച് എസ് വോയിസ് റെക്കഗ്നേഷൻ. അപ്പോൾ നമുക്കറിയാം, ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോണിൽ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കോൺടാക്ട്സ് എടുത്ത് നമുക്ക് ഫോൺ ചെയ്യുന്നതിന് പകരം നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കോൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആളുടെ പേര് പറയുകയാണെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും അതെടുത്ത് അത് എന്ത് ചെയ്യപ്പെടും, കോൾ ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിൽ വോയിസ് റെക്കഗ്നേഷനും, പിന്നീട് അതോടൊപ്പം തന്നെ ദ യൂസ് ഓഫ് പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് ഹെൽപ്പിംഗ് ടു മേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ റിയാലിറ്റി. പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ ഒട്ടനവധി പ്രോസസ്സറുകൾ ചേർന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോസസ്സർ തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്സിലായിരിക്കും അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം അന്നേരം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ കാണും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരാൾ ഒരു ജോലി ചെയ്യുന്നതിന് പകരം, ഒരു ജോലി എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്നതിന് പകരം പലർ ചേർന്ന് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും, വളരെ പെട്ടെന്ന് തന്നെ ആ ജോലി തീർക്കാം, അല്ലേ? ഒരാളുടെ എഫർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു സ്ഥലം കളയ്ക്കണം, അപ്പോൾ അതിന് 5 മണിക്കൂറാണ് ആവശ്യം, ഒരാൾക്ക് 5 മണിക്കൂറാണ് ആവശ്യമെങ്കിൽ അത് 10 പേര് ചെയ്യുമ്പോഴത്തേക്ക് വളരെ അരമണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യപ്പെടും, ആ സ്ഥലം കളച്ച് കഴിയും. ഇതേപോലെ തന്നെ എല്ലാ പ്രോസസ്സുകളും ഒന്നിലധികം പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത.
The goal of fifth generation computers is to develop devices that respond to natural language input and are capable of learning and self-organization. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അല്ല നമ്മൾ ചെയ്യുന്നത്, പകരം പ്രോഗ്രാം കമ്പ്യൂട്ടർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം കമ്പ്യൂട്ടർ തന്നെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് നമ്മൾ മെഷീൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. ആ പ്രോസസ്സ് എന്നുവെച്ചാൽ മെഷീനെ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എന്തിലൂടെയാണ്? ലേണിങ്ങിലൂടെയാണ്, പുസ്തകത്തിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ വായിച്ച് കിട്ടുന്ന അറിവ്, അതോടൊപ്പം തന്നെ നമുക്ക് പല സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്, അല്ലേ? ഒരു വിഷയത്തെ നമുക്ക് ആധികാരികമായി സംസാരിക്കണമെങ്കിൽ ആ വിഷയം നമുക്ക് കൃത്യമായി പഠിച്ചിരിക്കണം. അത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഇതേപോലെ ചെയ്യണമെങ്കിൽ അതിന് ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ലിസ്പ് ആൻഡ് പ്രൊലോഗ്. അപ്പം നമ്മളുടെ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അതിനകത്ത് ധാരാളം ഡെവലപ്മെൻറ്റ്സ് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കാലഘട്ടം, നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഇനിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെയധികം പ്രയോജനം കിട്ടും. ഇനിയും ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇതായിട്ട് ടേബിൾ വൈസ് ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പല ജനറേഷനായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതോടൊപ്പം തന്നെ സമയം, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അന്നേരം ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഫസ്റ്റ് ആണെങ്കിൽ വാക്യൂം ട്യൂബ്, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സർ, ഫിഫ്ത്ത് ജനറേഷനിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പ്യൂട്ടറിനെ ഒരു യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടിയിട്ടാണ്. അപ്പം അത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ജനറേഷനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. കാരണം എല്ലാ പ്രോഗ്രാമർ തന്നെയാണ് കമ്പ്യൂട്ടർ യൂസർ ചെയ്യുന്ന ആൾ. അതേസമയം തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കമാൻഡ് ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഇന്ന് കാണുന്ന GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന മൗസ് എന്ന് പറയുന്ന ഡിവൈസ് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വളരെയധികം കാലമായിട്ടില്ല. പോയിൻറ്റിങ് ഡിവൈസ് ആയിട്ട്, എന്ന് വെച്ചാൽ സ്ക്രീനിൽ നമുക്ക് പോയിൻ്റ് ചെയ്ത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് ഉപയോഗിച്ചത്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണെങ്കിൽ OSന് പകരം അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നോളജിയാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെഷീൻ അല്ലെങ്കിൽ ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. 0 1 0 1 1 എന്ന് പറയുന്നതായിരുന്നു ഒരു ഇൻസ്ട്രക്ഷൻ. ആഡ് ചെയ്യാനാണെങ്കിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ കാണും, സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ കാണും. അപ്പം അങ്ങനെ ആ പ്രോസസ്സറിന് എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിന് ഉള്ള കോഡുകളായിരുന്നു അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ആ കോഡിന് പകരം ഇപ്പം 0 1 1 0 1 എന്ന് പറയുന്ന ആഡിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡീഷനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ADD എന്ന് പറയുന്ന ഒരു കോഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ LOAD എന്ന് പറഞ്ഞ ലോഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ അതോടൊപ്പം തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പം അങ്ങനെ മെഷീൻ ലാംഗ്വേജിനെ ചെറിയ കോഡുകൾ ഉപയോഗിച്ച ലാംഗ്വേജായിരുന്നു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇനി ഈ വർഷം പഠിക്കാൻ പോകുന്ന C++ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, C++ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് ശേഷമാണ്. ദെൻ കോബോള്, അതോടൊപ്പം തന്നെ ഫോർട്രാൻ എന്ന് പറയുന്ന ലാംഗ്വേജും ഒക്കെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ, അതോടൊപ്പം തന്നെ PHP അല്ലെങ്കിൽ
ഇങ്ങനെ പലതരം C++ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ഉള്ളതും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പീരീഡ് 1940 to 56 16 വർഷം. ദെൻ 56 to 63, ദെൻ 64 to 71 മുതൽ ഇന്നത്തെ കാലഘട്ടം. അപ്പം അന്നേരം ഇത് ഓർത്തിരിക്കുക. ഇതോടൊപ്പം തന്നെ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ വേരിയസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അല്ല എങ്കിൽ ഇതിനകത്തെ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ തേർഡും ഫോർത്തും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം അങ്ങനെ ഇത് ഉറപ്പായിട്ട് ഇതിനകത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ യൂണിവാക്ക്, ഏനിയാക്ക് ഇതിൻ്റെ എല്ലാം ഫുൾ ഫോമുകൾ പഠിച്ചിരിക്കുക. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് വരയ്ക്കാൻ പഠിക്കുക. ഇപ്പം അടുത്ത ബുധനാഴ്ച ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗൂഗിൾ ഫോമിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിന് പ്രത്യേക സമയം കാണും. ഒരു സമയം വൈകിട്ട് 7 മണി മുതലാണെങ്കിൽ ആ 7 മണി മുതൽ 7:30 അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ പിന്നീട് കാണും. നിങ്ങൾ ഇതോടൊപ്പം തന്നെ പുസ്തകം കൃത്യമായി വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലോ വിളിച്ച് ചോദിക്കുക. ഇതുവരെ ആരും വിളിച്ച് കണ്ടില്ല. അപ്പം ധാരാളം ഡൗട്ടുകൾ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം.